ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയുന്ന കാര്യം കേട്ടാൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്കും ഇൻട്രസ്റ്റ് തോന്നും. ഈ അടുത്ത ഇടയ്ക്കായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തായിരുന്നു. ഇന്ത്യാസ് ഫസ്റ്റ് ഇൻട്രാ ഹെപ്പാറ്റിക് പ്രഗ്നൻസി. അതായത് നമ്മുടെ UP-യിൽ ഒരു 3 മാസമായിട്ടൊരു കുഞ്ഞ് വളരുന്നത് അമ്മയുടെ കരളിലാണെന്ന് ഡോക്ടർമാരെ അടക്കം ഞെട്ടിച്ച ഈ ഒരു കേസായിരുന്നു ഇത്. എന്നാൽ കുറച്ച് പേരെങ്കിലും ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് കരുതി തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. No guys, it was a rare case that happened ectopic pregnancy. പ്രോപ്പറായിട്ട് അമ്മയുടെ യൂട്രൈൻ വാളിൽ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടേണ്ട കുഞ്ഞ് അഥവാ ഗർഭപാത്രത്തിൽ വന്ന് ചേരേണ്ട കുഞ്ഞ് അതിൽ നിന്നും പുറത്തേക്ക് പോയി കരളിൽ ചെന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. അങ്ങനെ കരളിലെ ബ്ലഡ് സപ്ലൈയുടെ സഹായത്തോടെ 3 മാസം ആ കുഞ്ഞ് ലിവറിൽ സർവൈവ് ചെയ്തു. ഈ ഒരു കണ്ടീഷനെയാണ് ഹെപ്പാറ്റിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂസ് കേട്ടപ്പോഴാണ് ശരിക്കും ഞാൻ വിചാരിച്ചത് ഇതിനെപ്പറ്റി എല്ലാവരും കുറച്ചുകൂടി അറിയേണ്ടതുണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് പ്രഗ്നൻസീസ് ഉണ്ട്. അതെന്തൊക്കെയാണ്, എന്തുകൊണ്ട് വരുന്നു, ഇനി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ് എക്ടോപിക് പ്രഗ്നൻസി, അത് ഏതൊക്കെ ഭാഗങ്ങളിൽ വരാം, അപ്പോൾ ലിവറിൽ മാത്രമാണോ ഇത് വരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, നോർമലി നമ്മുടെ ഈ എഗ്ഗ് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നത് യൂട്രസിലെ ഭിത്തികളിലാണ്. അവിടെ പ്രോപ്പറായിട്ട് ഇംപ്ലാന്റ് ചെയ്യപ്പെടുമ്പോഴാണ് കുഞ്ഞിന് ബ്ലഡ് സപ്ലൈ, ന്യൂട്രിയൻസ് ഇതൊക്കെ കിട്ടി പ്ലാസൻ്റ ത്രൂ കിട്ടി കുഞ്ഞ് വളരുകയും ചെയ്യുന്നത്. എന്നാൽ ഈ എക്ടോപിക് പ്രഗ്നൻസിയുടെ കേസുകളിൽ ഈ ഒരു എംബ്രിയോ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എഗ്ഗ് വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്നത് സാധാരണയായിട്ടും കൂടുതൽ കാണുന്ന കേസുകൾ ഫലോപ്പിയൻ ട്യൂബിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതാണ്. ദാറ്റ്സ് കോൾഡ് ട്യൂബൽ പ്രഗ്നൻസി. പക്ഷേ റെയർ കേസുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലിവറിൽ, അതുപോലെ തന്നെ സെർവിക്സിൽ, ഓവറീസിലൊക്കെ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണം ഫലോപ്പിയൻ ട്യൂബ്സിനുണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. അപ്പോൾ ഫലോപ്പിയൻ ട്യൂബ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ട്യൂബ് ഒബ്സ്ട്രക്റ്റഡ് ആവും. അപ്പം ഇതിന് പ്രോപ്പറായിട്ട് അവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല, യൂട്രസിൽ നിൽക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ വേറെ റൂട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ ഉള്ളിടത്തേക്ക് പോകും. പിന്നെ ഉള്ളത് കോപ്പർ ടീ യൂസ് ചെയ്യുന്നതാണ്. കോപ്പർ ടീ യൂസ് ചെയ്യുന്നത് നോർമലി എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു കാര്യം തടയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചില സമയങ്ങളിൽ കോപ്പർ ടീ ഫലപ്രദമാകാതെ വരുമ്പോൾ ഈ ഒരു എക്ടോപിക് പ്രഗ്നൻസി സംഭവിക്കാം. പിന്നെ IVF പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന പേഷ്യൻസിന്, പിന്നെ പ്രീവിയസ് ആയിട്ട് എക്ടോപിക് പ്രഗ്നൻസി വന്നിട്ടുള്ള കേസസുകൾക്ക് വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള സ്പോട്ടിങ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല സ്റ്റൊമക്ക് പെയിൻ ഉണ്ടാവും, ഷോൾഡർ പെയിൻ ഉണ്ടാവും, പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും, എക്സ്ട്രീം ഫറ്റീഗ് ആയിരിക്കും, ഹൈപ്പോടെൻഷൻ ഉണ്ടാവാം. And one thing is very important, if the fallopian tube may ruptured, the mother may death. അതായത് ഫലോപ്പിയൻ ട്യൂബിന് എന്തെങ്കിലും റപ്ചേഴ്സ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ മരണത്തിന് വരെ കാരണമാകാവുന്ന ഒരു കണ്ടീഷനാണ് ഇത്. അപ്പോൾ നമ്മൾ ഇത് ഇയർലി ഡിറ്റക്റ്റ് ചെയ്യണം, വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആൻറ്റിനേറ്റൽ ചെക്കപ്പ്സൊക്കെ കൂടുതലായിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കേസസുകളൊക്കെ കുറവായിട്ട് വരുന്നത്. മറ്റുള്ള നാടുകളിൽ UP, MP പോലുള്ള നാടുകളിലൊക്കെ നല്ല രീതിയിൽ ഈ കേസസൊക്കെ കൂടി വരുന്നതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പ്സ് ചെയ്യാത്തത്, അവർ തന്നെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റീസൺസ് എന്ന് തന്നെ പറയുന്നത്. ഇനി നമുക്കിതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് UPT പോസിറ്റീവ് ആയിരിക്കും. അതായത് ഒരു പ്രഗ്നൻസിയുടേതായ എല്ലാ സൈൻസ് ആൻഡ് സിംറ്റംസും ഈ ഒരു എക്ടോപിക് പ്രഗ്നൻസിക്കും ഉണ്ടാകും. അതിപ്പോൾ ഏതൊരു ഭാഗത്ത് അറ്റാച്ച് ചെയ്തിപ്പെട്ട എംബ്രിയോ ആണെങ്കിൽ പോലും പ്രഗ്നൻസിയുടേതായ സെയിം സിംറ്റംസ് ഇതിനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് UPT പോസിറ്റീവ് ആയിരിക്കും. പിന്നെ അൾട്രാസൗണ്ടിലൂടെ എവിടെയാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ β-HCG ബ്ലഡ് ടെസ്റ്റിൽ നല്ല രീതിയിൽ അബ്നോർമാലിറ്റി ഉണ്ടാവും. പിന്നെ മെയിനായിട്ടും TVS ത്രൂവും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ്, മെഡിക്കൽ ആൻഡ് സർജിക്കൽ. മെഡിക്കലിൽ ത്രൂ ഇഞ്ചക്ഷൻസ് ഇത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സർജിക്കലിലേക്ക് വരുമ്പോഴത്തേക്കും ലാപ്രോസ്കോപ്പി, ലാപ്രോട്ടമി, അതൊക്കെയാണ് മെയിൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ടും പ്രോപ്പർ ചെക്കപ്പ്സ് ചെയ്യുക. നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചെക്കപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നോക്കുക എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ മെയിനായിട്ടും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ മെത്തേഡിലേക്ക് വരുമ്പോൾ അത് ഏത് പാർട്ടിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ലിവറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലിവർ കട്ട് ചെയ്ത് കളയുക എന്നുള്ളൊരു സൊല്യൂഷൻ മാത്രമാണ് അതിനുള്ളത്, 3 months ഒക്കെ ആയ കുഞ്ഞായതുകൊണ്ട്. ആൻഡ് ഇനിയിപ്പോൾ ഫലോപ്പിയൻ ട്യൂബിലാണെങ്കിലും
ട്യൂബ് ഒബ്സ്ട്രക്റ്റഡ് ഒക്കെ ആണെങ്കിൽ അമ്മയുടെ ജീവനാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ഓർഗൻ കട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ UP-യിലെ ഈ ഒരു സംഭവത്തിൻ്റെ പ്രധാന കാരണം തന്നെ പ്രോപ്പറായിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ നടത്താത്തതും ചെക്കപ്സ് ചെയ്യാത്തതുമാണ്. പ്രോപ്പറായിട്ട് ആൻറ്റിനേറ്റൽ ചെക്കപ്സ് ചെയ്തില്ലെങ്കിൽ ജീവൻ വരെ പോയേക്കാം. സോ ബി ബ്രേവ് ആൻഡ് ബി സേഫ്.